ഇപ്പോൾ കുറെ കൂടി കടുത്ത ആരോപണങ്ങൾ IRIBക്കെതിരെ ഇസ്രായേൽ ഉന്നയിക്കുകയാണ്. ഒരു മാധ്യമ സ്ഥാപനം എന്നതിനപ്പുറം അവരുടെ ഒരു സൈനിക കേന്ദ്രമായി, അതിന് പരിശീലനവും ആൾബലവും സ്ഥലവും ഒക്കെ നൽകുന്ന ഒരു സ്ഥാപനമായി അത് മാറിയത് കൊണ്ടാണ് അത് ആക്രമിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ്, ന്യായമാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെഹ്റാന്റെ മറ്റൊരു ഇടം കൂടി ആക്രമിക്കും, ഡിസ്ട്രിക്ട് 3 ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. അപ്പോഴും അവിടെയുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ട്വീറ്റിൽ പറയുന്നത് സൈറൻസ് sounding across northern Israel following another barrage of Iranian missiles. തുടർച്ചയായിട്ടുള്ള ഇറാനിയൻ മിസൈൽസ് വരുന്നു എന്നുള്ളതാണ്. വടക്കൻ ഇസ്രായേലിൽ തുടർച്ചയായിട്ട് സൈറണുകൾ മുഴങ്ങുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഇപ്പോൾ പറയുന്നു. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ജെറുസലേമിനപ്പുറത്ത്, ടെല്ലവീവിനും അപ്പുറത്ത്, ഹൈഫയ്ക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപായ സൈറൺ മുഴങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഇറാൻ പറഞ്ഞതുപോലെ ടെല്ലവീവിനെ ലക്ഷ്യമാക്കി തുടർച്ചയായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുകയാണ് ഇറാൻ. തീർച്ചയായും ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു. അത് ഒരു മാപ്പ് അടക്കം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകുന്നത്. പരമാവധി ഇടങ്ങളിലേക്ക് ആ ആക്രമണം ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുകയാണ്. ഇറാൻ അപ്പോൾ അവരുടെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ചാനൽ 12-ന്റെയും 14-ന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് അടക്കം ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്നതടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. അത്രമേൽ വലിയ മുന്നറിയിപ്പാണ് അവർ. അതായത് 15 മിസൈലുകൾ തൊടുത്തു, നോ ഇമ്പാക്ട്സ് യെറ്റ് എന്നതാണ് ഇപ്പോൾ ഇസ്രയേലി ചാനൽ 12 തന്നെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന ചാനൽ 12 തന്നെ ഇപ്പോൾ പറയുന്നത് 10 മിസൈൽസ് വെയർ ലോഞ്ച് ദിസ് ടൈം. തീർച്ചയായും സുജ, അതോടൊപ്പം ഇപ്പോൾ ഇറാനുമായുള്ള ചർച്ചകളുടെ ഒരു വാതിൽ പൂർണ്ണമായും നെതന്യാഹു കൊട്ടിയടയ്ക്കുകയാണ്. ഇനി ഇറാനുമായി സമാധാന ചർച്ചകളിൽ തനിക്ക് താല്പര്യമില്ല എന്നുകൂടി ബെഞ്ചമിൻ നെതന്യാഹു ഈ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇനി ചർച്ചകളിലേക്ക് ഇസ്രായേലിന് താല്പര്യമില്ല എന്നുള്ള നിലപാട് കൂടി പറയുമ്പോൾ ഒരു യുദ്ധത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ആ യുദ്ധത്തിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇറാൻ കള്ളം പറയുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവരുമായി ഇനി ചർച്ചകൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നുള്ള നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വന്ന് പറയുകയാണ്. ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ അതിവേഗത്തിൽ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത്. ടെഹ്റാനിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്കാരെ അടക്കം ഒഴിപ്പിച്ചു തുടങ്ങി.